ഇന്നത്തെ വിഭവം കപ്പ ബിരിയാണി. അതിനായിട്ട് ചിക്കൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കും. എല്ലാ ചിക്കനും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പ അരിഞ്ഞിട്ടുണ്ട്. കപ്പ അരിഞ്ഞ് ഒരു 3-4 വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയെടുക്കണം. വെളിയിൽ നിന്നൊക്കെ വരുന്ന കപ്പയാകുമ്പോൾ നല്ലതായിട്ട് കഴുകി ഫ്രഷാക്കി എടുക്കണം. കഴുകി നമ്മൾ വെള്ളം വെച്ചു തിളച്ചപ്പം കഴുകി വാരി അതിലിട്ടിട്ട് 2-3 തിളയായപ്പോഴേ വെന്തു കപ്പ. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി ഒഴിച്ചു ചിക്കൻ കറിയും ഗ്രേവി എല്ലാം റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി, ഇഞ്ചി ഒരു 6-7 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ്, വലിയ സൈസാണെങ്കിൽ ഒരു 4 മതിയായിരിക്കും. അരിഞ്ഞ് എണ്ണയിലിട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ വേവ് ഇടയ്ക്ക് നോക്കണം. നല്ലതായിട്ട് പെട്ടെന്ന് വേകുന്ന കപ്പയായതുകൊണ്ട് എളുപ്പം. ഞാൻ കപ്പയ്ക്ക് അതിന് അരപ്പ് തയ്യാറാക്കണം. പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയും അരച്ച് പുരട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ രീതി അനുസരിച്ചാണ് ചെയ്യുന്നത്. ചിക്കൻ കറിയും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്ത് കപ്പ ബിരിയാണിയാക്കി എടുക്കും. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ്സ് വേണം. അപ്പോൾ ഇതിനകത്തോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവി കയറ്റി പച്ച കെടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കപ്പ ബിരിയാണിയുടെ ഇതുപോലെ തന്നെ നല്ലതായിട്ട് റെഡിയാക്കി കുഴച്ചെടുക്കണം. റെഡിയാക്കി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ടൊന്ന് ആവി കയറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കറി കുറച്ച് ഗ്രേവി ഏറെയും ചിക്കനുമായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ കപ്പ ബിരിയാണിയായി. നമ്മൾ ചെയ്യുന്ന രീതികൾ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. മുളക് പൊടി ഞാൻ 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, അതിൽ 2 ടേബിൾ സ്പൂൺ ഇത്രയും മല്ലിപ്പൊടി ഇട്ട് ഗരം മസാലപ്പൊടി ഇട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എണ്ണ തെളിയുമ്പോഴേ ഇടാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിലെ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനം പൊടിച്ച ഐറ്റംസ് എല്ലാം പൊടികളെല്ലാം ചേർത്ത് നല്ലതായിട്ട് പച്ച കിടുന്നവരെ ഇളക്കിയെടുക്കണം. നല്ലതായിട്ട് അതിലും എണ്ണയെല്ലാം പറ്റി നല്ല പച്ചവെള്ളം എല്ലാം മാറുന്ന വരെ നല്ലതായിട്ട് ഇളക്കണം. നല്ല ഫ്രൈഡായി അതിലോട്ട് നല്ല മിക്സായി വരുമ്പോൾ വേണം നമ്മൾ ഈ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ചേർത്ത് എടുത്താൽ മതി. ഒരുപാട് ഗ്രേവി വേണ്ടാത്തവർക്ക് അങ്ങനെ. ഇപ്പം നമുക്ക് കപ്പ ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി എല്ലാം നല്ലതായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ നോക്കിയിട്ടിടണം. ആദ്യം സവാളക്കകത്ത് ഞാൻ ഇട്ടതായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളിട്ട മസാലകൾക്ക് വേണ്ടി ശകലം ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തീയിലിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എന്നെങ്കിൽ ആ പച്ചമണം കിടുള്ളൂ. ഇനി നമ്മൾ ഗ്രേവി അതെല്ലാം കൂടെ ചിക്കനകത്തോട്ട് ആഡ് ചെയ്ത് വഴറ്റിയെടുത്തതിൽ നിന്നും അതുകൂടെ വെള്ളമൊന്ന് നല്ലതായിട്ട് നല്ലതായിട്ട് ഗ്രേവി വേണ്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തിക്കായിട്ടേ എടുക്കത്തുള്ളൂ. ഞാൻ ചിക്കൻ എപ്പോഴും വരട്ടി എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് ചിക്കൻ കറിയാക്കി തിളപ്പിച്ച് നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാല ആയതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് കപ്പയ്ക്കകത്തോട്ട് ആഡ് ചെയ്ത് ഒരുവിധം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് കുഴച്ച് വെച്ച് ഇതും കൂടെ അതിനകത്തോട്ട് ഹസ്ബൻഡൊന്ന് നല്ലതായിട്ട് ആഡ് ചെയ്ത് തരും. എനിക്ക് വലിയ വശം പോരാ കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് മിക്സ് എടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ കപ്പ ബിരിയാണി. പുറത്ത് കുറച്ചുകൂടെയൊക്കെ വെറൈറ്റി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇങ്ങനെ
റെഡിയാക്കി നോക്കാം. ചിക്കനൊക്കെ അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ കപ്പ ഇന്ന് ഇപ്രാവശ്യം നല്ല പെട്ടെന്ന് വേകുന്ന കപ്പയായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണി ഞങ്ങളുടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെയും പറയുകയാണ്, ഞാൻ തുടക്കക്കാരിയാണ്. എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.